ഇത് വന്നിട്ട് സുജിത്ത് ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട. എന്നെ പിന്നെ ഒരു ഐഡിയ ഉണ്ട്. 10 വർക്കാവും. വർക്കാക്കും. കത്ത് കീറിയില്ലല്ലേ? എനിക്ക് അപ്പോഴറിയായിരുന്നു അവൾക്ക് എന്തുകൊണ്ടെന്ന്. വിട്ടണല്ലേട്ടോ, ഇത് ഞാൻ വിടത്തില്ല. നാണാവില്ലേ? ഇതിപ്പോ എത്ര കാലായി? എന്നോട് 100 വട്ടം പറഞ്ഞില്ല എനിക്ക് താല്പര്യമില്ലാന്ന്. ഞാൻ എന്ത് ചെയ്താലും താല്പര്യം ഉണ്ടാവോ? ഞാൻ ചെയ്യാം. നീ ഒന്നും ചെയ്യണ്ട. പിന്നെ നീ എന്ത് ചെയ്താലും ഞാൻ തിരിച്ചൊന്നും ചെയ്യില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്ക്. ഇനി ഇതുപോലെ എന്റെ പുറകടന്നാ കമ്പനി തിരിച്ചാൻ പുറത്താക്കും. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. അപ്പൊ ഞാൻ പോയ നിനക്കൊന്നുമില്ല? എനിക്കെന്ത് അയാൾ നമ്മളെന്നെ ഒരിക്കലും കാണത്തില്ല. സന്തോഷം. ഞാൻ പോയ പിന്നെ തിരിച്ചു വരത്തില്ല. ഞാൻ ചാവാൻ കിടക്കാന്ന് അറിഞ്ഞാ പോലും നീ വരണം. നിങ്ങ അല്ല, എന്താ നിനക്ക് അവന് ഇഷ്ടമല്ലാത്ത? ആരറിഞ്ഞു എനിക്ക് അവനെ ഇഷ്ടമല്ലാന്ന്? കഴിഞ്ഞോ നിന്റെ ചോദ്യം? എന്താ അവനോട് പറയത്തേന്ന് ചോദിച്ചാ നീ വായതൊന്ന് വിളിച്ചു പറയും. അത് കേൾക്കുമ്പോ എനിക്ക് ചൊറിഞ്ഞു വരും. എന്തിനാ വെറുതെ? ഗുഡ്. എടി, എനിക്കും ഉണ്ടായിരുന്ന ഒരു പ്രേമം. 4 പെമ്പിള്ളേരെ നിൽക്കുന്ന സ്ഥലത്ത് അവനെ നിർത്തിയിട്ട് പോകാൻ എനിക്ക് പേടിയായിരുന്നു. അത്രയ്ക്കുണ്ടായിരുന്നു അവന്റെ കമ്മിറ്റ്മെന്റ്. ഇതിപ്പോ അവന്റെ ഒരു 8-9 കൊല്ലായില്ലേ. ഡെയിലി ഒരു 10-20 പെമ്പിള്ളേരെങ്കിലും അവൻ കാണുന്നുണ്ടാവുമല്ലോ. ഒരു ഓപ്ഷൻ ബി അവന് വെക്കാൻ തോന്നിയിട്ടില്ലല്ലോ. എടി, ഒരു ക്വാളിറ്റി ഉള്ളവനെ ഇതൊക്കെ പറ്റുള്ളൂ. എനിക്കറിയില്ല എന്നാണ് എന്റെ പ്രശ്നം. അവനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വരും. അവൻ്റെ ചുരുണ്ട മുടി, നടത്തവും ഡ്രസ്സിങ്ങും. ഞാൻ നിന്നോട് അച്ഛനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? എല്ലാം മറന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ മുമ്പിൽ വന്ന് നിൽക്കും. ശരിക്കും അച്ഛൻ മുമ്പിൽ വന്ന് നിൽക്കുന്ന പറയാം. മര്യാദക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റില്ല. അപ്പോഴാണല്ലോ പ്രേമം. അവൾ എന്നെ ഒരു ഫോട്ടോ കാണിച്ചു. എനിക്ക് വലിയ സമയം തോന്നിയില്ല. പക്ഷെ എവിടേക്ക് ഒരു മുടിയും താടിയൊക്കെ തോന്നി. അവളുടെ അച്ഛൻ ഭയങ്കര ടെററായിരുന്നല്ലേ? അവളെ അവളുടെ അമ്മേനെ കുറെ ഉപദ്രവിച്ചായിട്ട് അറിയാം. പിന്നെ പുള്ളി ഏതൊരു അച്ഛൻ വിട്ട് മരിച്ചുപോയി. അതുകൊണ്ട് അവരെ രക്ഷപ്പെട്ടു. അല്ല, ഞാൻ എന്താ ചെയ്യുന്നത്? ട്രാൻസ്ഫർ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. മാഡം, ഫയൽസ്. എന്താ ആലോചിക്കുന്നേ? ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്തു പറഞ്ഞാൽ അതൊക്കെ ന്യായീകരിക്കുന്ന ആലോചിക്കായിരുന്നു. കുറെ ഇഗ്നോർ ചെയ്യുമ്പോൾ നീയായിട്ട് തന്നെ എല്ലാം നിർത്തിപ്പോന്ന് വിചാരിച്ചു. നിനക്ക് എന്നോട് ദേഷ്യം തോന്നില്ലേ? അതൊരു റിലേഷൻഷിപ്പൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അതിന് റിലേഷൻഷിപ്പ് ആയില്ലല്ലോ, ഇനി ആവാനും പോണില്ല. ഇങ്ങോട്ടൊക്കെ വിളിച്ചോണ്ടപ്പോൾ ഞാൻ കരുതി ഇതുവരെ പറയാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. സമയമുണ്ടല്ലോ. ഇല്ല, സമയമില്ല. അതാ ശരിക്കുള്ള കാരണം.
എഴുന്നേറ്റോ? അവനെവിടെ സുജിത്ത്? ആ ബാഗ് എടുത്ത് അവൻ വന്നിരുന്നു. കുറേ നേരം നിന്നെ നോക്കിയിരുന്നു. പിന്നെ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു പോയി. അവനൊന്നും പറഞ്ഞില്ലല്ലോ. അവനൊരു സാധനം വെച്ചിട്ടുണ്ട് ഇവിടെ. സമയം കിട്ടുമ്പോൾ എടുത്ത് വായിക്കും. ഞാൻ തൽക്കാലത്തേക്ക് പോവാണ്. അവിടെ നിന്നെ നോക്കാൻ അമ്മയുണ്ടെന്നറിയാം. എന്നാലും പറയണമെന്ന് തോന്നി. നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. ആഹാരം കഴിക്കാതിരിക്കരുത്. ഡോക്ടർ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് പതിവാക്കണം. അപ്പോൾ പതിയെല്ലാം ശരിയാകും. ഇത് നേരിട്ട് പറഞ്ഞിട്ട് പോകണമെന്നായിരുന്നു. പക്ഷേ ഇതൊക്കെ പറയാൻ ഞാൻ ആരാണെന്ന് നീ തിരിച്ചു ചോദിച്ചാലോ? ഇതാകുമ്പോൾ നീ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും എന്ന് വിശ്വസിച്ച് എനിക്കോട്ട് ഇരിക്കാം. ഫോണിലൂടെ ശല്യപ്പെടുത്താതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. ടേക്ക് കെയർ. ആ 100 വയസ്സാണല്ലോ. നിനക്കാണ് നാട്ടിൽ നിന്നൊന്നും എത്താം. അങ്ങനെ നാട്ടിലിനെ ഇഷ്ടം. നീ പോയെങ്കിലും അതിൻ്റെ കുറവൊന്നും അറിയിക്കാതെ അമ്മ എന്നെ നോക്കി. കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിന്നപ്പോഴാണ് ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അമ്മ ഇപ്പോൾ എപ്പോഴും എൻ്റെ ഒപ്പം തന്നെയാണ്. ഞങ്ങൾ ഇന്നും രാവിലെ നടക്കാൻ പോകും. അതെന്നേക്കാൾ നന്നായി അമ്മയ്ക്കാണ് ഗുണം ചെയ്തതെന്ന് തോന്നുന്നു. കുറേ നാൾക്ക് ശേഷം അമ്മ ഇപ്പം നല്ല ഹാപ്പിയാണ്. ഞങ്ങളൊന്നിച്ച് പാചകം ചെയ്തു, ഞങ്ങളൊന്നിച്ച് അമ്പലത്തിൽ പോയി. പിന്നെ നീ പറഞ്ഞതുപോലെ നന്നായി റെസ്റ്റ് എടുത്തു, നല്ല ആഹാരം കഴിച്ചു. ഇപ്പോൾ കണ്ണാടി നോക്കുമ്പോൾ ഒരു മാറ്റമൊക്കെ തോന്നുന്നുണ്ട്. എന്തോ എല്ലാം പെട്ടെന്ന് ഓക്കെ ആവുന്ന പോലെ. അപ്പോൾ എനിക്ക് തോന്നി നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. വയലിൽ നടക്കുക ഇങ്ങനെ സ്ഥലം പ്രതീക്ഷിക്കത്തില്ല. നീ ഫോട്ടോ വെച്ച് പോയിട്ടുണ്ടോ? ഇല്ല. അവിടെ അറ്റത്ത് ഒരു മരത്തിന് താഴെ ഇതേപോലെ ഒരു ബെഞ്ചുണ്ട്. എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ അവിടെ പോയിരിക്കും. അവിടെ ഭയങ്കര തിരക്കല്ലേ? വിഷമം വരുമ്പോൾ എനിക്ക് തിരക്കുള്ള സ്ഥലത്ത് പോയിരിക്കുന്ന ഇഷ്ടം. അതാകുമ്പോൾ ഒറ്റയ്ക്കെല്ലാം തോന്നും. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാം. എന്താ ഇനി മാത്രം ആലോചിക്കാൻ? അതിപ്പോൾ ചില കാര്യങ്ങൾ കാണില്ലേ, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് അതിനുവേണ്ടി കുറേ കഷ്ടപ്പെട്ട് ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മളിന്നിങ്ങനെ അകന്നകന്നു പോകുന്ന ചില സ്വപ്നങ്ങൾ. പറയുമ്പോൾ തമാശയായിട്ട് തോന്നും. പക്ഷേ അവിടെ പോയിരിക്കുമ്പോൾ ഈ സ്വപ്നങ്ങളൊക്കെ നടന്നിരുന്നെങ്കിൽ ജീവിതം അത്ര മനോഹരമായിരുന്നെന്ന് തോന്നും. ഇനിയും സമയമുണ്ട്, ഒന്നും അങ്ങനെ കൈവിട്ടു പോയിട്ടില്ല എന്ന് തോന്നും. കുറച്ചുകൂടെ ആ സ്വപ്നത്തിന് വേണ്ടി കാത്തിരിക്കാൻ തോന്നും. എന്നെപ്പറ്റി ആലോചിക്കാറുണ്ടോ? ഞാൻ മരിച്ചു വന്നതിനെ കുറിച്ച് ആലോചിക്കാറുണ്ടോ? എന്തിന്? ഞാൻ ആലോചിക്കാറുണ്ട്. ഓ, മനസ്സിലായി. എടി, ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത്ര വലിയ അസുഖമൊന്നുമില്ല. അതിനൊക്കെ ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഇല്ലേ? മാത്രമല്ല ഇതിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് അല്ലേ. ഞാൻ കള്ളം പറഞ്ഞതാ. സ്റ്റാർട്ടിങ് സ്റ്റേജ് അല്ല, ഫൈനൽ സ്റ്റേജാ. കണ്ടെത്താൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഈ ആഴ്ച തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ കാര്യം ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ നിന്നോടത്ത് പറയണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി അവിടെ ബെഞ്ചിൽ പോയിരിക്കുമ്പോൾ എന്നെക്കുറിച്ച് ആലോചിക്കരുത്. പാവം, അവന് വിഷമായിട്ടുണ്ടാവും. എന്തിനാ മോളെ നീ പറയാൻ പോയേ? പിന്നെ ഇപ്പം പറയാതെ ഞാൻ ചത്തിട്ട് പറയണം?
ഒന്നാമത്തെ അവൻ്റെ കുറേ സമയം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇപ്പം അവനോടെല്ലാം പറയാൻ ഞാനെങ്കിലും ഉണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞ് ആരും ഇല്ലെങ്കിലോ? ഒന്നരക്കൊരു ബസ്സുണ്ട്, ഞങ്ങൾ പെട്ടെന്ന് തന്നെ എത്താം. ശരി. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയാം, എന്താ? എന്നോടൊരല്പം പോലും ദേഷ്യമില്ലേ? എൻ്റെ ഒരുപാട് സമയം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു കല്യാണമൊക്കെ കഴിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങി കുറച്ചുകൂടി ബെറ്റർ സിറ്റുവേഷനിലായിരുന്നാണ്. ഇതൊക്കെ ഒരു മണ്ടത്തരമായിട്ട് തോന്നില്ലേ? ഇല്ല. ശരിക്കും നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇതൊക്കെ ഞാൻ എത്ര നാളായിട്ട് സ്വപ്നം കണ്ട കാര്യങ്ങളാണെന്നറിയാം. ഇങ്ങനൊരു രാത്രി നീയും ഞാനും മാത്രം നടക്കുന്നതും സംസാരിക്കുന്നതും. എത്രയോ നാളായിട്ട് എന്നോട് ദേഷ്യപ്പെടാനല്ലാതെ എന്തെങ്കിലും സംസാരിച്ചിട്ട് അതൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്നും വേണ്ട, നിർത്താം എന്ന് വിചാരിച്ചെങ്കിൽ ഇന്ന് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കില്ലായിരുന്നല്ലോ. ഈ മൊമെൻ്റ് മിസ് ചെയ്തത്. ഞാൻ മരിച്ചു എന്നതിനെ കുറിച്ച് ആലോചിക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ വെറുതെ പറഞ്ഞല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ ഇങ്ങനെ മരിച്ചെടുക്കുക, എൻ്റെ ചുറ്റിനെ എനിക്ക് വേണ്ട എല്ലാവരും നിന്ന് കരയുക. ആ കൂട്ടത്തിൽ നീയുണ്ട്. മരിച്ചെടുക്കുന്ന ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഞാനെന്ത് ദുഷ്ടയല്ലേ? എനിക്ക് വേണ്ട എല്ലാവരെയും കരയിച്ച് എനിക്കങ്ങനെ ഇവിടെ വിട്ട് പോവണ്ട. എനിക്കറിയാം ഞാൻ മരിച്ചൊന്നും പോകില്ലായിരിക്കും, പക്ഷേ എനിക്കിപ്പോൾ വേണ്ടത് സമാധാനം. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. എനിക്കെന്തെങ്കിലും പറ്റിയ ഒരാളെങ്കിലും കുറച്ചേ കരയുന്ന ഉറപ്പ് വരുത്തി വേണം എനിക്കങ്ങോട്ട് പോകാൻ. എന്നെ പ്രതീക്ഷിച്ച് ഒരാൾ ഇരിക്കുന്നുണ്ട് ചിന്ത എനിക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എത്രത്തോളാണെന്ന് പറഞ്ഞത് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് എന്തെങ്കിലും നീ കേൾക്കുന്നുണ്ടോ? ഉണ്ട്, പക്ഷെ മനസ്സിലാവുന്നില്ല. നീ ഇനി ഇതാലോചിച്ച് സമയം കളയലാന്ന് എനിക്ക് ഉറപ്പുവരണം.
ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെ സാഹചര്യത്തിലാണ് നിനക്ക് എന്നെ കൂടുതൽ ആവശ്യം. ഞാൻ വരുമ്പോൾ നീ കുറേ സന്തോഷിക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചേ. പക്ഷേ ഇപ്പം മനസ്സിലായി, ഇതും വേണ്ടിയിരുന്ന എനിക്ക് മാത്രമായിരുന്നു. ആ വളവ് കഴിഞ്ഞ ബസ് സ്റ്റോപ്പാണ്. ഞാനിവിടെ വരെ ഉള്ളൂ.